Hi, welcome to Englu. How are you all? Going fantastic? All the very best to you for going fantastic. നല്ല സുഖമായിരിക്കട്ടെ എല്ലാവർക്കും. എല്ലാ സമയത്തും നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇംഗ്ലുവിൻ്റെ പുതിയ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ പുതിയ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. സാധ്യതകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ലേ? മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുട എടുത്തോളൂ. എന്തു വാങ്ങണമെന്ന് തീരുമാനിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഏതു വാങ്ങണമെന്ന് തീരുമാനിച്ചിട്ടില്ല, ചിലപ്പോൾ ഇതായിരിക്കും, അതല്ലെങ്കിൽ അതായിരിക്കും, അങ്ങനെയൊക്കെ പറയില്ലേ? അതൊക്കെ എങ്ങനെ പറയാമെന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ യു ഓൾ ആർ വെൽക്കം അഗൈൻ ടു ഇൻക്ലൂ. നോക്കാം അല്ലേ? നമ്മൾ ചില ഓക്സിലറീസ് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു ഓക്സിലറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്സിലറി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടുണ്ടെങ്കിൽ ജസ്റ്റ് എ വേർഡ് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് മേ. MAY, മേ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടും ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കുണ്ട് മൈറ്റ്. മേയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ടും മൈറ്റ് ഉപയോഗിക്കാറുണ്ട്, അല്ലാതെ ഉപയോഗിക്കാറുണ്ട്. സാധ്യതകളെക്കുറിച്ച് പറയുന്നിടത്തും മൈറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് പാസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, അല്ലാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. മേ ഓർ മൈറ്റ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ. മഴ പെയ്തേക്കാം ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, മഴ പെയ്തേക്കാം. സോ കീപ്പ് എൻ അംബ്രല്ല വിത്ത് യു. കീപ്പ് എൻ അംബ്രല്ല വിത്ത് യു ഓർ കീപ്പ് എ കോട്ട് വിത്ത് യു. ബൈക്കിലാണ് പോകുന്നതെങ്കിൽ ഒരു കോട്ട് കീപ്പ് ചെയ്തോളൂ. മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ കീപ്പ് എൻ അംബ്രല്ല ഓർ കീപ്പ് എ കോട്ട്, കീപ്പ് എ റെയിൻ കോട്ട് വിത്ത് യു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ പറയുമ്പോൾ കൃത്യമായി മനസ്സിലാവും. ഹി മേ കം ടുഡേ. ഹി മേ കം ടുഡേ. ഹി മേ കം ടുഡേ. ഇന്നവൻ വന്നേക്കാം. ദേ മേ സിംഗ് ഇൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിൽ അവർ പാട്ട് പാടിയേക്കാം, പാടാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ പാടുകയില്ല. ദേ മേ സിംഗ് ഇൻ ദ പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്. ഐ മേ ഗോ. ഞാൻ പോയേക്കാം. ഹി മേ കം. അവൻ വന്നേക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്തേക്കാം. ഓർ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്തേക്കാം. ഓക്കെ, കുറച്ച് കൂടുതൽ കോണ്ടെക്സ്റ്റലായിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. Who are you going for your holidays to US? നമ്മളോട് ചോദിക്കുകയാണ് ഒരാൾ, നമ്മുടെ ഫ്രണ്ട് ചോദിക്കുന്നു, Who are you going for your holidays to US? ഹോളിഡേയ്സിന് US പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടോ? എങ്ങോട്ടാണ് പോകുന്നത്? US I haven't decided yet. I haven't decided yet. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. I may go to US. I haven't decided yet. I may go to US. അങ്ങോട്ട് പോയേക്കാം. അമേരിക്കയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ആളുകൾ കാർ വാങ്ങാൻ പോകുന്നു. നമ്മൾ ചോദിക്കുന്നു, Which car you are going to buy? Which car you are going to buy? Innova Krista? Which car you are going to buy? Innova Krista? We are not sure. We are not sure. We may buy Innova Krista. We are not sure. We may buy Innova Krista. ഉറപ്പിച്ചിട്ടില്ല, ചിലപ്പോൾ ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയേക്കാം. We may buy Innova Krista. ഓക്കെ. ബാബു വരുമെന്ന് പറഞ്ഞിരുന്നു നമ്മെ കാണാൻ വേണ്ടി. ഒരു മീറ്റിംഗ് ഉണ്ട്. എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് നമ്മോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ബാബു വരുന്നത്? When is Babu coming to meet us? When is Babu coming to meet us? On Friday? When is Babu coming to meet us on Friday? I'm not sure. Oh, I don't know. He may come on Friday. He may come on Friday. അപ്പോൾ ഐ ആണെങ്കിലും ദേ ആണെങ്കിലും എന്താണെങ്കിലും
മേ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ആ വേർബ് അങ്ങ് ചേർത്താൽ മതി. ഹീ മേ, ദേ മേ, ഹീ മേ കം, ദേ മേ കം, ഐ മേ ഗോ. ഓക്കെ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിളാണ്. ഹി മേ കം ഓൺ ഫ്രൈഡേ, ഹി മേ കം ഓൺ ഫ്രൈഡേ. വെള്ളിയാഴ്ച ചിലപ്പോൾ വരുമായിരിക്കും, വന്നേക്കാം. ഓക്കെ, നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. വീട്ടിൽ നമ്മളോട് പറയുന്നു മഴ പെയ്യാൻ സാധ്യതയുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുട എടുത്തോളൂ. ടേക്ക് ആൻ അംബ്രല വിത്ത് യു വെൻ യു ഗോ ഔട്ട്. ടേക്ക് ആൻ അംബ്രല വിത്ത് യു വെൻ യു ഗോ ഔട്ട്. ഇറ്റ് മേ റെയിൻ ലേറ്റർ, ഇറ്റ് മേ റെയിൻ ലേറ്റർ. കുറച്ച് കഴിയുമ്പോൾ, ലേറ്റർ കുറച്ച് കഴിഞ്ഞ്, ഇപ്പോൾ മഴയില്ലാത്തത് നോക്കണ്ട. ഇറ്റ് മേ റെയിൻ ലേറ്റർ, കുറച്ച് കഴിയുമ്പോൾ മഴയ്ക്ക് സാധ്യതയുണ്ട്. സോ ടേക്ക് ആൻ അംബ്രല വിത്ത് യു വെൻ യു ഗോ ഔട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മേ ഉപയോഗിക്കുന്നത്. പെയ്തേക്കാം, വന്നേക്കാം, പറഞ്ഞേക്കാം, വാങ്ങിയേക്കാം, പോയേക്കാം. പെറാപ്സ് എന്നാണ് അതിൻ്റെ മറ്റൊരു വാക്ക്. പെറാപ്സ് ഇറ്റ് വിൽ റെയിൻ ലേറ്റർ, പെറാപ്സ് ഹി വിൽ കം ടുമോറോ. അപ്പോൾ അതിനു പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറിയാണ് മേ. മേ കാണുന്നതോടുകൂടി, ഇത്തരം കോണ്ടെക്സ്റ്റുകളിൽ കാണുന്നതോടുകൂടെ നമുക്ക് ഇതൊരു സാധ്യതയാണെന്ന് ഉറപ്പിക്കാം. മേയുടെ മറ്റു ചില ഉപയോഗങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് പെർമിഷൻ, പെർമിഷന് വേണ്ടി നമ്മൾ മേ ഉപയോഗിക്കാറുണ്ട്. മേ ഐ കം ഇൻ സർ, മേ ഐ ടേക്ക് യുവർ പെൻ, ഓക്കെ, മേ ഐ ഡ്രിങ്ക് സം വാട്ടർ. അത്തരം പ്രയോഗങ്ങളും നടത്താറുണ്ട്. അതേസമയം ഇങ്ങനെ സാധ്യതകൾ കാണിക്കാൻ വേണ്ടി in such contexts we use the auxiliary, the modal auxiliary may or might. It might rain today, it might rain today. ഇന്ന് മഴ പെയ്തേക്കാം. പക്ഷേ മൈറ്റ് ഉപയോഗിക്കുന്ന വേറെ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട്. അവിടെ മൈറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. വളരെ റെയറായിട്ടുള്ള സാധ്യതയാണ് മഴ പെയ്യാനുള്ളതെങ്കിൽ അവിടെ നമ്മൾ മൈറ്റ് ഉപയോഗിക്കും. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ, മഴ പെയ്യാൻ വളരെ കുറഞ്ഞ സാധ്യതയുണ്ട്. അപ്പോൾ റെയർ സാധ്യതകൾക്ക് നമ്മൾ മൈറ്റിന് പകരം മേ ഉപയോഗിക്കരുത്, മൈറ്റ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ഇറ്റ് മൈറ്റ് നോട്ട് ഓർ മേ നോട്ട് എന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് സെൻറ്റൻസുകളെ പറയാൻ മേ നോട്ട് ഓർ മൈറ്റ് നോട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മീറ്റ് അഗൈൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.